വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലയുടെ ആഘാതം ഒഴിവാക്കാൻ നിയന്ത്രണം കൂടിയേ തീരൂ എന്നാണ് വിശദീകരണം. ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത KSEBയുടെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനം പൊതുജനങ്ങളെ വെന്തുരുക്കുന്ന അവസ്ഥയിലാക്കും. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും പവർ കട്ട്. കട്ടെന്ന പരിഹാസം ഉയർന്നപ്പോഴും CPIM-ഉം LDF-ഉം ആഞ്ഞെതിർത്തു. ഇതല്ല വൈദ്യുതി നിയന്ത്രണം എന്നുള്ളതായിരുന്നു വിശദീകരണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന വിളിപ്പേരിനെതിരെയും വിമർശനമുയർന്നു. എന്നാൽ ഇന്നിതാ പീക്ക് കവറിൽ വൈദ്യുതി നിയന്ത്രണമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. ജെൻസി തലമുറ ഇനി പവർ കട്ട് എന്തെന്നറിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPIM-ന്റെ വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് ഇന്ന് പൊളിഞ്ഞു വീണത്. കൊടും വേനലിൽ വൈദ്യുതി ആവശ്യം കൂടുമെന്നറിയാമായിരുന്നിട്ടും വേണ്ട ആസൂത്രണം നടപ്പാക്കിയില്ലെന്ന് കുറ്റപ്പെടുത്തിയത് റെഗുലേറ്ററി കമ്മീഷനാണ്. ഉദ്യോഗസ്ഥർ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്താൻ മനസ്സ് കാണിക്കുന്നില്ലെന്നും വിമർശിച്ചിരുന്നു. ഒടുവിൽ ഗതികെട്ട് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിലയിരുത്താൻ ചേർന്ന KSEB ഉന്നതതല യോഗത്തിൽ അരമണിക്കൂർ ഔദ്യോഗിക ലോഡ് ഷെഡിങ്ങിന് തീരുമാനമായി. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണമുണ്ടാവുക. സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്കാണ് യോഗം അനുമതി നൽകിയത്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും വിലയിരുത്തണം. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ 12 വരെ പൂർണ്ണമായും ഒഴിവാക്കുകയും AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഇപ്പോൾ ഇവരെ കൊണ്ട് പറഞ്ഞത് ലോഡ് ഷെഡിങ് ഒഴിവാകുമെന്നാണ് തോന്നുന്നത്. ഇന്ന് മഴ പെയ്തു, നമുക്ക് 250 മെഗാവാട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ലോഡ് ഷെഡിങ്ങിൻ്റെ വലിയ പ്രശ്നം വരില്ല എന്നാണ്. ഇപ്പോഴും നേരത്തെ ലോഡ് ഷെഡിങ് ഇല്ല, ഒരു നിയന്ത്രണമേ ഉള്ളൂ. അതും ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് തുടരുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ആലുവ തോട്ടക്കാട്ടുകരയിൽ വൈദ്യുതി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ KSEB ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ചു. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വൈദ്യുതി നിലച്ചതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിൽ കിടന്നു പ്രതിഷേധിച്ചു. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KSEB കണ്ടെത്തിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 10 രൂപയിൽ താഴെ നിരക്കിൽ ഇവരിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാനാകുമോ എന്നതാണ് KSEB പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നും KSEB പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് വിലയിരുത്തലിലാണ് KSEB. ശരിയാണ്, സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ വൻ കുതിപ്പുണ്ട്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 118.26 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നാണ് കണ്ടെത്തിയത്. അപ്പോഴും ഇത് വിളിച്ചു വരുത്തിയ പ്രതിസന്ധിയല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. കൊടും ചൂടിൽ പാമ്പുകടിക്കൊപ്പം മലയാളികളെ ഈ ഗതികേടിലേക്ക് എത്തിച്ചത് ആരെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേനലിൽ വൈദ്യുതി ഉപയോഗം കൂടുമെന്നും അതാവശ്യമാണെന്നും തിരിച്ചറിയാത്ത ഉദ്യോഗസ്ഥർ എന്തിനിവിടെ ഇരിക്കുന്നു എന്ന് പൊതുജനം ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.